നമസ്കാരം. ഷാരോൺ വധക്കേസിന്റെ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായിട്ടുള്ള നിർമ്മൽ കുമാറിന് 3 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. ഈ വിധിയിലൂടെ ഷാരോണിനും ഷാരോണിന്റെ കുടുംബത്തിനും നീതി ലഭിച്ചോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. വിധി വന്നിരിക്കുകയാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത്. വിധിയെക്കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അതിനെ കിട്ടണം, വധശിക്ഷ തന്നെ കിട്ടണം. ഒരു ഇളവും പ്രായത്തിന് ഒരു ഇളവും നൽകാൻ അർഹതയില്ല. അതുകൊണ്ടായിരുന്നു, അതായത് ജീവപര്യന്തം കഴിഞ്ഞ് 38ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് അത് പിന്നെ ജീവിക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതൊരിക്കലും നടക്കാൻ പാടില്ല. നീതി എപ്പോഴും ഷാരോണിന്റെ കുടുംബത്തിനായിരിക്കണം. നല്ല അഭിപ്രായം അല്ല, നല്ല അഭിപ്രായം, നല്ല വിധിയാണ്. കാരണം ഇപ്പോഴും നമ്മുടെ കൂട്ടത്തില് എന്താ പറയാ, സ്ത്രീകൾക്കൊരു നയം, എന്താ പറയാ, പുരുഷന് വേറെ ഇത്, അത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്തുവാ, അത് അനുകൂലിക്കുന്നു വിധിയോട്. ഷാരോൺ വധക്കേസിനെ കുറിച്ച് അതറിയാം, അവർക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുന്നതാണ്. ഇനി ഇങ്ങനെയുള്ളത് കാണിക്കുമ്പോഴത്തേക്ക് ഇതെങ്കിലും ചിന്തിച്ചിട്ട് വേണം കാണിക്കാൻ. തേച്ചിട്ട് പോകണമെന്നും പ്രശ്നമല്ലേ, തേച്ചിട്ട് പോകണൊക്കെ യൂഷ്വലാണ്. പക്ഷെ വിഷം കൊടുത്ത് കൊല്ലാണ്ട് ഒരാളുടെ ജീവനല്ലേ, അതിന് മാനിക്കാൻ ഇനിയെങ്കിലും ഉള്ള ആൾക്കാർ പഠിക്കട്ടെ. അത് ഈ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായ ഒരു രീതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചെയ്തത് തെറ്റാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. അപ്പം എന്തായാലും നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വധശിക്ഷ വേണമെന്നാണ് ഞാനും പറയുന്നത്. വേണം. ആ കൊച്ചു ചെയ്ത തെറ്റിന് ഒരു പയ്യനെ കൊന്നില്ലേ, വിഷം കൊടുത്ത് കൊന്ന, അത് ചെയ്തതിന് ആ വധശിക്ഷ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അനുകൂലിക്കുന്നുണ്ട്. എന്താണ് കാണുന്നത്? കാരണം കുറ്റം ചെയ്ത ഇതുപോലെ വധശിക്ഷ തന്നെ കൊടുക്കണുണ്ട്. അത് ഇനി ആരും ഇതുപോലെ ആവർത്തിക്കാൻ പാടില്ല. ഷാരോണിന് ഒരിക്കലും നീതി കിട്ടൂല. കാര്യം അയാൾ ഡെഡായി പോയില്ലേ, അയാൾ ഇത് അറിയണില്ല. ആ മനുഷ്യൻ ഓവറായി, അയാൾ ലൈഫ് കഴിഞ്ഞു. പിന്നെ അയാളെ വീട്ടുകാർക്ക് ഒരു സമാധാനം കിട്ടുമായിരിക്കും. ആസ് എ ബോയ് എന്നല്ലാണ് ഞാൻ ഹാപ്പിയാണ്. അനുകൂലിക്കുന്നു. എന്താണ് കാണുന്നത്? ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാൻ, ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ക്രൂരമായിട്ട് കൊല്ലണമൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ. അപ്പോൾ വധശിക്ഷ കിട്ടണമെന്ന് അനുകൂലിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാ, ഒരു പ്രണയം എന്നൊരു വികാരത്തെ ചതിച്ച് അത്ര ആത്മാർത്ഥമായിട്ടല്ല ആ വ്യക്തിയെ പ്രണയിച്ചു. ഇങ്ങനൊരു പ്രവണത ശരിയല്ലെന്നാണോ? അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ താല്പര്യം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ വേറെ മാർഗം സ്വീകരിക്കുക വേണ്ടായിരുന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല ഒരാളുടെ ജീവൻ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യണ ശരിയല്ല. ഓക്കെ, എനിക്ക് ക്യാമ്പുണ്ട്, ഞാൻ ശിക്ഷ കിട്ടിയാൽ കൊള്ളായിരിക്കും. നല്ലായിരുന്നു, കിട്ടണമല്ലോ. ഇനി ആരും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മളും ഭാവിയിൽ ഒരാളായിട്ട് സ്നേഹിക്കപ്പെടേണ്ട ആൾക്കാരാണ്. സോ നമുക്കും ഇതേപോലത്തെ വിധിയൊക്കെ വരുമ്പോഴത്തേക്കും ഇനി ഇങ്ങനത്തെ ഗ്രീഷ്മയുടെ മെന്റാലിറ്റിയിലുള്ള ആൾക്കാർ ഇത് ഗ്രീഷ്മയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഒരു സംഭവം, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്ത ഇന്നതാണ് ശിക്ഷ എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാകും. ഒരു ഗ്രീഷ്മ അല്ലല്ലോ, ഒരുപാട് ഗ്രീഷ്മമാരിവിടെ മൊത്തത്തിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഗ്രീഷ്മമാർക്കും ഈ ഗ്രീഷ്മയുടെ വിധി ഒരു പാഠം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല അഭിപ്രായം. കാരണം ഇക്വാലിറ്റിയെ പറ്റി ഇങ്ങനെ വാദിക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും വരണം എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ സ്ത്രീകൾ ചെയ്താൽ മാത്രം അങ്ങനെയല്ല, പുരുഷന്മാർ ചെയ്താൽ മാത്രം, പുരുഷന്മാർ ചെയ്യുന്ന മാത്രമേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം റാങ്ക് ഹോൾഡർ ആണെന്നും പറഞ്ഞുള്ള കൺസെഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ചെയ്യണ സമയത്ത് അറിഞ്ഞൂടായിരുന്നു ഇനി ഹയർ സ്റ്റഡീസിന് പോവേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വാദം കോടതിയിൽ ചെയ്തത് തെറ്റാണ്. ഇത് അവര് നടപ്പാക്കൂ, അവർക്ക് ഇത് പോകാമല്ലോ. കാരണം അതിന്റെ ഒരു രീതിയിൽ എനിക്ക് വരുന്നില്ല. തെറ്റെന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും കാണും. അല്ലാതെ ഒരാളെ മാത്രം തന്നെ ഇപ്പൊ വധശിക്ഷ ഇനി വിധിച്ചിട്ട് എന്തോ ചെയ്യാം. പക്ഷെ ശരി, എന്തായിരുന്നാലും ആ കുട്ടി ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് വധശിക്ഷയിലൂടെയാണോ അല്ല ജീവപര്യന്തമാണോ എന്നായിരുന്നല്ല നമുക്ക് അറിയാൻ പറ്റില്ല. അത് ചെയ്യണം. മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലാനുള്ള അവകാശം ആർക്കും ഇല്ല. പക്ഷെ അതാണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സർക്കാർ എങ്ങനെ തീരുമാനിക്കുന്നത് അതുപോലെ അങ്ങ് നടക്കട്ടെ. അതാണ് നമ്മുടെ തീരുമാനം. അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല.